നിങ്ങളേവരെയും ഞങ്ങൾ ഏലപ്പാറ മിനി സ്റ്റേഡിയത്തിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. എല്ലാ വർഷവും ആവേശപൂർവ്വം നമ്മൾ നടത്തി വരാറുള്ള കബഡി മത്സരം. ഈ കബഡി മത്സരത്തിൽ നമ്മുടെ ടീമിനെ നയിക്കുന്നത് നമ്മുടെ കബഡി നയിക്കുന്ന മത്സരം കാണാൻ ഇടമുട്ടത്തിന്റെ പെൺപടയെ നമ്മുടെ പെൺകുട്ടികൾ മലർത്തിയടിക്കുന്ന കാഴ്ച കാണാൻ പ്രിയമുള്ളവരെ ഏവർക്കും സ്വാഗതം, സുസ്വാഗതം. പ്രിയമുള്ളവരെ, കൃത്യം 4 മണിക്ക് തന്നെ എല്ലാവരും ഏലപ്പാറ മിനി സ്റ്റേഡിയത്തിലേക്ക് എത്തിച്ചേരുവാൻ സ്നേഹമഭ്യർത്ഥിച്ചുകൊള്ളുന്നു. എല്ലാ വർഷവും നമ്മുടെ നാടിന്റെ രോമാഞ്ചമായി നടക്കുന്ന കബഡി ടൂർണമെന്റിന്റെ നോട്ടീസ് എന്റെ പേരൊക്കെ ഉണ്ട്. ഒന്നിനും പോണ്ട നീ. അപ്പൂപ്പ, കബഡി കൂടി എന്നെ വിട്ടില്ലെങ്കിൽ ഞാൻ ചത്തുകളയും. വഴിയുണ്ടാക്കാം, നീ കളിക്കും. ഒന്നുകൂടെ പോയിട്ടോ, ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ വരുമ്പോ കൈക്കറി പിടിക്കാം. അപ്പോ നമുക്ക് എന്താ വീഴില്ല. എന്നിട്ടൊരൊറ്റ വലി. അപ്പൊ നമ്മുടെ ടീംമേറ്റ്സ് ഒക്കെ ബാക്കിൽ കവർ ചെയ്യണം. ഓക്കെ നോക്ക്, അത് മറ്റേവളല്ലേ? അതെ. എന്താ അവര് കളിക്കുന്നേ? Come on. കേറി പാടോ. എന്തെങ്കിലും മഹാത്ഭുതങ്ങൾ സംഭവിച്ചാൽ മാത്രമേ നമ്മുടെ ടീമിന് രക്ഷപ്പെടാൻ സാധിക്കുള്ളൂ എന്നുള്ള നിലയിലാണ് നമ്മുടെ അടുത്തൊരാളെ കൂടി ആ പെൺപടം പിടിച്ചിരുന്ന കാഴ്ച. താൻ വരുന്നില്ലേ? കാഴ്ചയാണ് സുഹൃത്തുക്കളെ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. എടോ, താൻ വരുന്നില്ലേ? അതിൽ പിടിച്ച് കേറി വാ. കേൾക്കോ? മുറുക്ക് പിടിക്ക്. വാ. താനിതും ചവിട്ടി അവിടെ എത്തുമ്പോഴേക്കും മത്സരം കഴിയും. താനൊന്ന് മാറ്, എനിക്ക് സംസാരിക്കാൻ സമയമില്ല. അതല്ല ഞാനും പറഞ്ഞത്. നിങ്ങൾ എന്തായി കാണിക്കുന്നത്? തനിക്ക് കൃത്യസമയത്ത് അവിടെ എത്തണം. എന്നാ വാ, ഞാൻ കൊണ്ടാക്കാം. കേറടോ.
കബനി വന്നു. കബനി എത്തിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, സ്വന്തം നാടിന്റെ പരാജയത്തിന് തൊട്ടു മുൻപായി ആത്മീയത്തിന്റെ ആ രൂപം പോലെ ഇതാ ഇവർക്ക് ശക്തി പകരാനായി കബനി എത്തിയിരിക്കുന്നു. ഇതാ ഗ്രൗണ്ടിലേക്ക് പ്രവേശിക്കുന്നു. അപ്പൂപ്പ, നാഗങ്ങള് അമ്മയ്ക്ക് പ്രിയപ്പെട്ടവരാ. അമ്മ വെക്കുന്ന പാലാണ് സ്വീകരിക്കുന്നതെങ്കിൽ എന്റെ ആഗ്രഹങ്ങളൊക്കെ അതോടെ കുഴിച്ചുമൂടണ്ടേ? നീയും പ്രാർത്ഥിക്കണില്ലേ? ദൈവങ്ങൾ അതും കേൾക്കും. ഞാനും അമ്മയും ദൈവങ്ങളുടെ മുമ്പിൽ പ്രാർത്ഥിക്കുമ്പോ അപ്പൂപ്പന്റെ മനസ്സ് ആരുടെ കൂടെ ആയിരിക്കും? എന്റെയോ അമ്മയുടെയോ? നിന്റെ ആഗ്രഹം എനിക്കറിയാം, അവളുടെ പേടിയുടെ കാരണവും എനിക്കറിയാം. ആരും വേദനിക്കരുതെന്ന് പ്രാർത്ഥിക്കാൻ മാത്രമേ എനിക്ക് പറ്റൂ. ബാക്കി ദൈവഹിതം. കബനി സിറ്റിയിലേക്ക് പോണോ വേണ്ടയോ, അതാണ് ചോദ്യം. അല്ല, സത്യത്തിൽ ആ കുട്ടി സിറ്റി പോയി പഠിക്കുന്നുണ്ട്. എന്താ അത് പിന്നെ ഓരോരുത്തർക്കും അവരവരുടേതായ പ്രശ്നങ്ങളല്ലേ സാറേ. ദൈവങ്ങളുടെ തീരുമാനം നടക്കട്ടെ. നീ പഠിച്ചു. ഒച്ചയുർത്തണ്ടെന്ന് കരുതിയതാ. എന്താ ഉദ്ദേശം? എന്താ മിണ്ടാത്തെ? എന്നോട് പോലും ചോദിക്കാതെ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? അതാ നല്ലതെന്ന് എനിക്ക് തോന്നി.